വിമാനത്തിൽ യാത്ര ചെയ്യുന്ന 2 സുപ്രീം കോടതി ജഡ്ജിമാർ. അതേ വിമാനത്തിൽ തൊട്ടടുത്ത സീറ്റുകളിലായി 2 മദ്യപാനികൾ. വിമാനത്തിനുള്ളിൽ അരമണിക്കൂറോളം നടന്നത് അസാധാരണ സംഭവം. സെപ്റ്റംബർ 15-നാണ് സംഭവം ഉണ്ടായത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് 2 സുപ്രീം കോടതി ജഡ്ജിമാർ രാത്രി വിമാനത്തിൽ കയറി. ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് KV വിശ്വനാഥനും മറ്റൊരു ജഡ്ജിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് ഞായറാഴ്ച രാത്രിയിൽ മടങ്ങുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ 2 ജഡ്ജിമാർക്കും നിരവധി കേസുകളും കേൾക്കാനുണ്ട്. വിമാനത്തിലെ 4 മണിക്കൂർ ഗുണപരമായി ചെലവഴിക്കാമെന്ന് ഇരുവരും തീരുമാനിച്ചെങ്കിലും സാധിച്ചില്ല. തങ്ങളുടെ ഐപാഡുകൾ ഉപയോഗിച്ച് ഹിയറിംഗുകൾക്കായി തയ്യാറെടുക്കാൻ തുടങ്ങിയെങ്കിലും ഗ്യാലി ഏരിയയ്ക്കും ടോയ്ലറ്റിനും അടുത്തായ മുൻനിരയിലിരുന്ന ജഡ്ജിമാർക്ക് വിമാനം ടേക്ക് ഓഫ് തുടങ്ങി 30 മിനിറ്റിനുള്ളിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. വിമാനത്തിലെ ശുചിമുറിയിലേക്ക് കയറിപ്പോയ ഒരാൾ അരമണിക്കൂറോളം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയില്ല. സഹയാത്രികർ വാതിലിൽ തട്ടിയിട്ടും പ്രതികരിക്കുന്നില്ലെന്നും ചിലർ പരാതിപ്പെടാൻ തുടങ്ങി. അതേസമയം മറ്റൊരു യാത്രക്കാരൻ ടോയ്ലറ്റിന് സമീപത്തെത്തി ഒരു എയർ സിഗ്നസ് ബാഗിൽ കുത്തി മദ്യപിച്ചെത്തിയവരെ നിയന്ത്രിക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് ജഡ്ജി സ്വന്തം അനുഭവം പങ്കുവച്ചത്. വിമാന ജീവനക്കാർ ടോയ്ലറ്റിന്റെ വാതിലിൽ പലതവണ മുട്ടിയെങ്കിലും പ്രതികരണമുണ്ടായില്ല. മാസ്റ്റർ താക്കോൽ ഉണ്ടായിരുന്നെങ്കിലും പുരുഷ യാത്രക്കാരന്റെ അവസ്ഥ അറിയാത്തതിനാൽ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അവർ വാതിൽ തുറക്കാൻ മറ്റു യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. മറ്റൊരു യാത്രക്കാരൻ വാതിൽ തുറന്നപ്പോൾ പുരുഷ യാത്രക്കാരൻ മദ്യപിച്ചുറങ്ങുകയായിരുന്നെന്നും ഉടനെ ഇയാളെ വാഷ്റൂമിൽ നിന്ന് പുറത്താക്കി സീറ്റിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. ശുചിമുറിക്ക് സമീപത്തെത്തിയ മറ്റൊരു യാത്രക്കാരനും മദ്യപിച്ചിരുന്നതായി ജഡ്ജിമാർ മനസ്സിലാക്കി. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കിടെ സഹയാത്രികൻ ശരീരത്തിലേക്ക് മൂത്രമൊഴിച്ചെന്നാരോപിച്ച് പ്രായമായ ഒരു സ്ത്രീ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജഡ്ജിമാർ ഇക്കാര്യം പറഞ്ഞത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ക്രിയാത്മകമായ എന്തെങ്കിലും ചെയ്യണമെന്ന് ജസ്റ്റിസ് വിശ്വനാഥൻ പറഞ്ഞു. അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ച് പരിഷ്കരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് നിർദ്ദേശിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു.